റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പ്രകാരം എങ്ങനെയാണ് നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നത് എന്നുള്ളതാണ്. ഇതതിൻ്റെ ഒരു ജസ്റ്റ് ഒരു എക്സാമ്പിളാണ്. ആദ്യം 2025 വിവരാവകാശ നിയമപ്രകാരം വിവരാവകാശ അപേക്ഷ എന്ന് പറഞ്ഞിട്ട് പ്രേക്ഷകൻ്റെ പേര്, സ്വീകർത്താവിൻ്റെ പേര്, പ്രേക്ഷകൻ്റെ അവിടെ നമ്മുടെ അഡ്രസ്സ് ഫുൾ പിൻ കൂട്ടി എഴുതുക. സ്വീകർത്താവ് ആർക്കാണോ അയക്കുന്നത് അവർക്ക്. പിന്നെ നമുക്ക് അറിയേണ്ട ചോദ്യങ്ങളെല്ലാം നമ്പർ ഇട്ട് എഴുതുക. ഏറ്റവും ലാസ്റ്റ് വിശ്വസ്തയോടെ എന്ന് പറഞ്ഞ് നമ്മുടെ ഫുൾ നെയിം അടിയിൽ സൈനും ചെയ്യണം. സൈൻ ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. പിന്നെ വിവരാവകാശം അപേക്ഷിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, സ്റ്റാമ്പ് ഒട്ടിക്കണം. 10 രൂപയുടെ സ്റ്റാമ്പാണ് നമ്മൾ ഒട്ടിക്കേണ്ടത്. 10 രൂപയുടെ സ്റ്റാമ്പ് ഇല്ലെങ്കിൽ 5ൻ്റെ 2 സ്റ്റാമ്പ് ഒട്ടിച്ചാലും മതി. ഇതൊക്കെ നമുക്ക് അക്ഷയ സെൻറ്ററിലോ അല്ലെങ്കിൽ ഇങ്ങനത്തെ സ്റ്റാമ്പ് വിൽക്കുന്ന സെൻറ്ററിൽ നിന്ന് വാങ്ങാവുന്നതാണ്. 5 രൂപയുടെ നമ്മൾ 5 അല്ല 7 രൂപ 8 രൂപയൊക്കെ കൊടുത്താണ് വാങ്ങേണ്ടത്. അങ്ങനെ 10ൻ്റെ സ്റ്റാമ്പ് കിട്ടുകയാണെങ്കിൽ അത് ഒട്ടിച്ചാൽ മതി. അല്ലെങ്കിൽ 5ൻ്റെ സ്റ്റാമ്പാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ അഡ്രസ്സ് എഴുതിയതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഒട്ടിക്കണം. ദാ ഇതുപോലെ ഈ ഒരു ഫോർമാറ്റിലായിരിക്കും നമ്മുടെ അപേക്ഷകൾ. പിന്നെ അത് പോസ്റ്റ് ഓഫീസ് വഴി നമുക്ക് രജിസ്റ്റേർഡ് ആയിട്ട് അയക്കാം. അല്ലെങ്കിൽ സാധാ നോർമൽ പോസ്റ്റിൽ വെയിറ്റ് നോക്കി അവർ അതിനനുസരിച്ച് സ്റ്റാമ്പ് സജസ്റ്റ് ചെയ്യും. അതൊട്ടിച്ച് നമുക്ക് പോസ്റ്റ് ഓഫീസ് വഴി അയക്കാം.